ഹേയ് കളികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവിച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷറഫുദ്ദീൻ നായകനെത്തിയ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നേരെ റിവ്യൂലോട്ട് കിടക്കാം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള രീതിയിലാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഈ സിനിമ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പോയത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഫാമിലി എൻ്റർടൈനർ ആയിട്ടുള്ളത്. ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്ത് ഈ സിനിമയ്ക്ക് പോയോ അത് തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒരു അത്യാവശ്യം ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള എന്നാൽ മടുപ്പില്ലാതെ ഒരു 2 മണിക്കൂറൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ഓഡിയൻസിനും ഇത് ഇഷ്ടപ്പെടണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ കോമഡികളായാലും ഇത്തിരി ഫാമിലി ഓറിയൻ്റ് ആ ഒരു വൈബ് പിടിച്ചു പോയാൽ ചിലപ്പോൾ വളരെ രീതിയിൽ ഇഷ്ടപ്പെടും. പക്ഷേ അതേ രീതിയിൽ വയലൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഞാൻ വെച്ചാൽ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫണ്ണായിരിക്കും ഇതായിരിക്കും നല്ലത്. ഫണ്ണുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേറെയും പരിപാടികളുണ്ട്. ഏറ്റവും ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ ആസ് യൂഷ്വൽ ഈ പടത്തിൻ്റെ ട്രെയിലർ കാണാതെയാണ് ഞാൻ പോയത്. ട്രെയിലർ കാണാതെ പോയപ്പോൾ ഈ സിനിമയ്ക്ക് എനിക്കൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എന്താണ് ഇതിൽ ഇവർ കാണിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ പോകാമെന്നുള്ളൊരു സെറ്റപ്പായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ മിക്കവരും അഭിനയവും നൈസായിരുന്നു. വിജയരാഘവനായാലും നമ്മുടെ ഷർഫുദ്ദീനായാലും അതുപോലെ തന്നെ നമ്മുടെ ലേസ് സ്റ്റാർ എയർ പിടിക്കുന്ന ആൾ രഞ്ജി പണിക്കർ ആൾ കിടിലൻ. പിന്നെ മറ്റേ നടിയുടെ പേരെന്തായിരുന്നു? അനുപമ പരമേശ്വരനും കുറേ നാൾക്ക് ശേഷം നല്ല വേഷത്തിൽ കണ്ട്. ഇതിനു മുന്നേ മറ്റേ JSKയിലൊക്കെ വന്ന് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയിലും, പക്ഷേ ഈ സിനിമയിലെല്ലാം അത്യാവശ്യം ആളുടെ കൊടുത്ത ക്യാരക്ടർ ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ പ്രേമലുവിലെ JK മച്ചാൻ അവരൊക്കെ ചെറിയ ചെറിയ റോളുകൾ വന്ന് പോകുന്നുണ്ട്. അതുപോലെ ഈ സിനിമ നമുക്ക് അധികം ബോറടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ഒന്നിരുന്ന് കാണാവുന്ന ഒരു ഡീസൻറ്റ് വാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഡിന്നറൊക്കെ കഴിച്ച് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറി നമ്മൾ തിരിച്ച് ഈ സിനിമ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇതൊന്നുമില്ല. ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി ഒരു ടാഗ് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതിൽ ഭയങ്കര നല്ല മൂവിയാണ്, അത് വളരെ മോശം മൂവിയാണ് ഒന്നും പറയാനില്ല. എന്നാൽ നമുക്ക് കണ്ടെന്ന് വെച്ച് വലിയ രീതിയിൽ നഷ്ടങ്ങളൊന്നും വരാനില്ല. തിയേറ്ററിൽ പോയി കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു എനിക്ക് വലിയ ഇതൊന്നും വരാനില്ല. ക്ലൈമാക്സൊക്കെ ഒരു ഇതിൽ ഞാൻ എൻ്റെ അനിയത്തിയായിട്ടാണ് പോയത്. അപ്പോൾ അവളൊക്കെ ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്ത് കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാവും എന്നുള്ളൊരു ഇതിൽ ഞാനും ഇരുന്ന് കണ്ടു. അങ്ങനത്തെ ഒരു ഇതിൽ ആ ഒരു വൈബ് പിടിച്ച് നമ്മൾ കണ്ടു നോക്കി. നിങ്ങളൊട്ടും നിരാശപ്പെടുത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായി അടുത്ത മാസം വരുന്നവരേക്കും അണ്ടിൽ ദെൻ ടേക്ക് കെയർ.